ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സോഴ്സസ് ഓഫ് ലോ ആണ്. അപ്പോൾ സോഴ്സസ് ഓഫ് ലോ എസ് എ വല്ലതും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമേ ലോയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ജൂറിസ്പ്രുഡൻസിലെ സോഴ്സസ് ഓഫ് ലോയാണ് ചോദിക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു ഒരു ഇൻട്രൊഡക്ഷൻ ജൂറിസ്പ്രുഡൻസിനെ പറ്റിയും ഒക്കെ പൊതുവെ കൊടുക്കുക. ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. ലെജിസ്ലേഷൻ ഏതൊക്കെയാണ് സോഴ്സസ് ഓഫ് ലോ എന്ന് പറയുന്നത്? ലെജിസ്ലേഷൻ, പ്രീസിഡൻറ്റ്, കസ്റ്റം, കൺവെൻഷണൽ ലോസ്. അതിലെ ലെജിസ്ലേഷൻ നമുക്ക് ആദ്യമേ നോക്കാം. ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞ ടേം ലാറ്റിൻ വേർഡായിട്ടുള്ള ലെജിസിൽ നിന്നും ലാറ്റത്തിൽ നിന്നും ഡിറൈവ് ചെയ്തിട്ടാണ് നമ്മൾ ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞ വേർഡ് എടുത്തിരിക്കുന്നത്. ലെജിസ് എന്ന് പറഞ്ഞാൽ ലോ എന്നും ലാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ടു മേക്ക് എന്നുമാണ് അർത്ഥം. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണ്? ടു മേക്ക് ലോ. ഓക്കെ, അല്ലെങ്കിൽ എറ്റിമോളജിക്കലി നമുക്ക് ലെജിസ്ലേഷൻ്റെ മീനിങ് എന്ന് പറയുന്നത് എന്താണ്? മേക്കിംഗ് അല്ലെങ്കിൽ സെറ്റിംഗ് ഓഫ് ലോ എന്നാണ്. ഇനി നമുക്ക് ഈ ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞ ടേമിനെ രണ്ട് സെൻസിൽ ഉപയോഗിക്കാൻ വേണ്ടി കഴിയും. വൈഡസ്റ്റ് സെൻസിൽ ഇതിൻ്റെ മീനിങ് എന്താണ്? ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ടൈപ്പ് ഓഫ് ലോ മേക്കിംഗ്. വൈഡസ്റ്റ് സെൻസിൽ വരുമ്പോൾ എല്ലാ തരത്തിലുമുള്ള ലോ മേക്കിംഗ് എന്തിൽ വരുന്നു? ലെജിസ്ലേഷനിൽ വരുന്നു. ഇൻക്ലൂഡിങ് ഡിക്ലറേഷൻ ഓഫ് ദ ലോ ബൈ ദ ജുഡീഷ്യറി. ജുഡീഷ്യറിയിൽ വരുന്ന അല്ലെങ്കിൽ ജുഡീഷ്യറിയിൽ ഡിക്ലെയർ ചെയ്യുന്ന നിയമം ഉൾപ്പെടെ വരുന്ന എല്ലാ ലോ മേക്കിങ്ങിനെയും ഇൻക്ലൂഡ് ചെയ്തിട്ട് വരുന്നതാണ് വൈഡസ്റ്റ് സെൻസ് എന്ന് പറയുന്നത്. ഇനി നാരോ സെൻസിലേക്ക് വന്നു കഴിയുമ്പോൾ ലെജിസ്ലേച്ചർ മേക്ക് ചെയ്യുന്ന ലോ. ഓക്കെ, ലെജിസ്ലേച്ചറിൻ്റെ മെയിൻ ഡ്യൂട്ടി എന്താണ്? നിയമം നിർമ്മിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ലെജിസ്ലേച്ചർ നിർമ്മിക്കുന്ന നിയമം മാത്രം വരുന്നതാണ് നാരോ സെൻസ് എന്ന് പറയുന്നത്. വൈഡസ്റ്റ് സെൻസിലേക്ക് പോയി കഴിയുമ്പോൾ ജുഡീഷ്യറി ഡിക്ലെയർ ചെയ്യുന്ന നിയമം ഉൾപ്പെടെ എല്ലാ നിയമങ്ങളും വരുന്നതാണ് വൈഡസ്റ്റ് സെൻസ് എന്ന് പറയുന്നത്. സാൽമണ്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ലെജിസ്ലേഷൻ എന്ന് പറയുന്നത് കോമ്പീറ്റൻ്റ് അതോറിറ്റി ഡിക്ലെയർ ചെയ്യുന്ന ലീഗൽ റൂൾസ് ആണ് ലെജിസ്ലേഷൻ. കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള അതോറിറ്റി ഡിക്ലെയർ ചെയ്യുന്ന ലീഗൽ റൂൾസ് ആണ് ലെജിസ്ലേഷൻ. ആര് പറഞ്ഞിരിക്കുന്നു? സാൽമണ്ട് പറഞ്ഞിരിക്കുന്നു. ഈ ലെജിസ്ലേഷൻ എന്ന് പറയുന്നത് ഒരു പ്രഖ്യാപനമാണ്. എന്തിൻ്റെ പ്രഖ്യാപനം? ലീഗൽ റൂൾസിൻ്റെ പ്രഖ്യാപനം. ആര്? കോമ്പീറ്റൻ്റ് അതോറിറ്റി. ഒരു സ്റ്റേറ്റിലെ കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള അതോറിറ്റിയെ ലോ മേക്കിങ്ങിന് വേണ്ടി നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ കോമ്പീറ്റൻ്റ് അതോറിറ്റി പ്രഖ്യാപിക്കുന്ന ലീഗൽ റൂൾസാണ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ലോ മേക്കിംഗ് പർപ്പസിന് വേണ്ടി നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള കോമ്പീറ്റൻ്റ് അതോറിറ്റി എന്താണ്? ലെജിസ്ലേച്ചർ ആണ്. ലെജിസ്ലേച്ചർ. ഓക്കെ, അപ്പോൾ ലെജിസ്ലേഷൻ എന്തുവാണെന്നറിയാമല്ലോ? ലെജിസ്ലേഷൻ എന്ന് പറയുന്നത് നിയമനിർമ്മാണം. ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത് എന്താണ്? നിയമസഭ. ഓക്കെ, അപ്പോൾ ലെജിസ്ലേഷൻ എന്ന് പറയുന്നത് ലീഗൽ റൂൾസിൻ്റെ പ്രഖ്യാപനമാണ്. ലീഗൽ റൂൾസ് പ്രഖ്യാപിക്കുന്നത് ഒരു കോമ്പീറ്റൻ്റ് അതോറിറ്റിയാണ് സ്റ്റേറ്റിലെ. അത് അവരെ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ലോ മേക്കിങ്ങിന് വേണ്ടിയാണ്. ഇനി ദ ലോസ് ഇനാക്റ്റഡ് ബൈ ദ ലെജിസ്ലേച്ചർ ഓഫ് ദ സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിൽ ഒരു സ്റ്റേറ്റിലെ ലെജിസ്ലേച്ചർ ഇനാക്ട് ചെയ്യുന്ന നിയമത്തിനെ ഇനാക്റ്റഡ് ലോസ് എന്നും സ്റ്റാറ്റ്യൂട്ടെന്നും കോഡെന്നും റിട്ടൺ ലോ എന്നും ഒക്കെ വിളിക്കുന്നു. ലെജിസ്ലേഷൻ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സോഴ്സ് ഓഫ് ലോ ആണ്. ലെജിസ്ലേറ്റീവ് പവർ ഓഫ് ദ പാർലമെൻറ്റ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ്. അപ്പോൾ സ്റ്റേറ്റിലെ നിയമസഭകളും പാർലമെൻറ്റുമാണ് പ്രധാനമായി എന്ത് ചെയ്യുന്നത്? നിയമം നിർമ്മിക്കുന്നത്. ഒരു രാജ്യത്ത് ലോ നിർമ്മിക്കാനുള്ള അതോറിറ്റി കൊടുത്തിരിക്കുന്നത് ഒരു വ്യക്തിയിലോ അല്ലെങ്കിൽ കുറച്ച് വ്യക്തികളിലോ അല്ലെങ്കിൽ ബോഡി ഓഫ് പേഴ്സൺസിലോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ബോഡി ഓഫ് പേഴ്സൺസിലോ ആയിരിക്കും. യൂണിറ്ററി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിറ്ററി സ്റ്റേറ്റും ഉണ്ട്, ഫെഡറൽ സ്റ്റേറ്റും ഉണ്ട്. യൂണിറ്ററി സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്റ്റേറ്റ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടൊരു വ്യത്യാസം കാണത്തില്ല. ഫെഡറൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ യൂണിയനും കാണും, സ്റ്റേറ്റും കാണും. അപ്പോൾ യൂണിറ്ററി സ്റ്റേറ്റിൻ്റെ ഒരു എക്സാമ്പിൾ ഏതാണ്? ചൈന യൂണിറ്ററി സ്റ്റേറ്റിൻ്റെ ഒരു എക്സാമ്പിളാണ് അല്ലേ. അപ്പോൾ യൂണിറ്ററി സ്റ്റേറ്റുകളിലേക്ക് വന്നു കഴിയുമ്പോൾ
അവിടെ ലോ ഇനാക്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു അതോറിറ്റിയെ ഉണ്ടായിരിക്കത്തുള്ളൂ. ഓക്കെ, ഒരു അതോറിറ്റിയെ ഉണ്ടായിരിക്കത്തുള്ളൂ. ഇനി ഇംഗ്ലണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിൽ ആരാണ് ലോ നിർമ്മിക്കുന്നത്? ഇംഗ്ലണ്ടിൽ പാർലമെൻറ്റിനെയാണ് നിയമം നിർമ്മിക്കാൻ വേണ്ടി ഓതറൈസ് ചെയ്തിട്ടുള്ളത്. ഇനി ഫെഡറൽ സ്റ്റേറ്റുകളായിട്ടുള്ള USA, ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ എന്തുണ്ട്? നിയമം നിർമ്മിക്കുന്നതിന് വേണ്ടി ഡിഫറൻറ്റ് അതോറിറ്റീസ് ഉണ്ട്. ഒരു ഫെഡറൽ സ്റ്റേറ്റിൽ എന്തായിരിക്കും? റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. യൂണിറ്ററി കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്തോ യൂണിറ്ററി സ്റ്റേറ്റുകളിൽ അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. ചൈനയും ഇംഗ്ലണ്ടും ഒക്കെ അതിനുള്ളൊരു എക്സാമ്പിളാണ്. ഫെഡറൽ സ്റ്റേറ്റിൻ്റെ എക്സാമ്പിൾ ഏതാണ്? USA, ഇന്ത്യയൊക്കെയാണ്. അപ്പോൾ ഫെഡറൽ സ്റ്റേറ്റുകളിൽ എന്താണുള്ളത്? റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് അല്ലെങ്കിൽ ഫെഡറൽ സ്റ്റേറ്റിൻ്റെ അകത്ത് ഓരോ ബോഡിയും ഓരോ അതോറിറ്റിയും അവർക്ക് ഏതൊക്കെ പവറാണ്, ഏതൊക്കെ കാര്യത്തിൽ നിയമം നിർമ്മിക്കാം എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഫെഡറൽ സ്റ്റേറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ ഡിഫറൻറ്റ് അതോറിറ്റീസാണ് നിയമം നിർമ്മിക്കാൻ വേണ്ടിയുള്ളത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഓരോ അതോറിറ്റിക്കും ഏതൊക്കെ മേഖലകളിലുള്ള കാര്യങ്ങളിൽ നിയമം നിർമ്മിക്കാം എന്നുള്ളത് കോൺസ്റ്റിറ്റ്യൂഷനിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ പാർട്ട് 7ൻ്റെ അകത്താണ് എന്താണ് 3 സബ്ജക്റ്റായിട്ട് ലോ മേക്കിങ്ങിനെ 3 സബ്ജക്റ്റായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. 3 ലിസ്റ്റായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് 1 എന്ന് പറയുന്നത് യൂണിയൻ ലിസ്റ്റ് അല്ലെങ്കിൽ ലിസ്റ്റ് 1. ഇതിൻ്റെ അകത്ത് പറയുന്നത് എന്താണ്? ഏതൊക്കെ സബ്ജക്റ്റുകളിൽ അല്ലെങ്കിൽ ഏതൊക്കെ മേഖലകളിൽ പാർലമെൻറ്റിന് നിയമം നിർമ്മിക്കാം എന്നാണ് ലിസ്റ്റ് 1 യൂണിയൻ ലിസ്റ്റിൽ പറയുന്നത്. അടുത്ത ലിസ്റ്റ് 2 എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റാണ്. സ്റ്റേറ്റ് ലിസ്റ്റിൻ്റെ അകത്ത് പറയുന്നത് എന്താണ്? സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന് ഏതൊക്കെ സബ്ജക്റ്റിന് മുകളിൽ നിയമം നിർമ്മിക്കാം എന്നുള്ള കാര്യമാണ്. ഇനി ലിസ്റ്റ് 3 എന്ന് പറയുന്നത് കൺകറൻറ്റ് ലിസ്റ്റാണ്. കൺകറൻറ്റ് ലിസ്റ്റിൻ്റെ അകത്ത് എന്ത് പറയുന്നുണ്ട്? ഏതൊക്കെ കാര്യങ്ങളിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനും അതുപോലെ തന്നെ പാർലമെൻറ്റിനും നിയമങ്ങൾ രണ്ടുപേർക്കും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കൺകറൻറ്റ് ലിസ്റ്റിന് മുകളിൽ നിയമം നിർമ്മിക്കാൻ വേണ്ടി കഴിയുന്നതാണ്. അപ്പോൾ 3 ലിസ്റ്റുകളാണ്. ഏതൊക്കെയാണ്? ലിസ്റ്റ് 1 യൂണിയൻ ലിസ്റ്റ്, ലിസ്റ്റ് 2 സ്റ്റേറ്റ് ലിസ്റ്റ്, ലിസ്റ്റ് 3 കൺകറൻറ്റ് ലിസ്റ്റ്. ഇനി നമുക്ക് എന്താണ് ഡോക്ട്രിൻ ഓഫ് പിത്ത് ആൻഡ് സബ്സ്റ്റൻസ് എന്ന് നോക്കാം. ചില സമയത്ത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്ത് ചെയ്യും? യൂണിയൻ ലിസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ പാർലമെൻറ്റ് ലോ ഇനാക്ട് ചെയ്യേണ്ട ഭാഗത്തെ എന്തെങ്കിലും ഒരു സബ്ജക്റ്റിൽ കയറി സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ നിയമം നിർമ്മിക്കുന്നു. നേരെ തിരിച്ച് എന്ത് ചെയ്യുന്നു? യൂണിയൻ ലിസ്റ്റ് നിയമം നിർമ്മിക്കേണ്ട സബ്ജക്റ്റിൽ സ്റ്റേറ്റ് ലിസ്റ്റ് നിയമം നിർമ്മിക്കുകയാണെന്ന് വെച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സുപ്രീം കോടതിക്കോ ഹൈക്കോടതിക്കോ ആ നിയമത്തിനെ അൾട്രാ വയേഴ്സ് ആണെന്ന് പറയാം. അൾട്രാ വയേഴ്സ് എന്ന് പറഞ്ഞാൽ ബിയോണ്ട് ദ പവർ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഓരോരുത്തർക്കും യൂണിയനും സ്റ്റേറ്റിനും അല്ലെങ്കിൽ ഇവർക്ക് 2 പേർക്കും ഏതൊക്കെ സബ്ജക്റ്റിൽ നിയമം നിർമ്മിക്കാം എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള സാഹചര്യത്തിൽ യൂണിയൻ ലിസ്റ്റ് കയറി സ്റ്റേറ്റ് ലിസ്റ്റിലോ യൂണിയൻ കയറി സ്റ്റേറ്റ് ലിസ്റ്റിലോ സ്റ്റേറ്റിന് നിയമം നിർമ്മിക്കേണ്ട ഏതെങ്കിലും സബ്ജക്റ്റിലോ അതുപോലെ തന്നെ സ്റ്റേറ്റ് കയറിയിട്ട് യൂണിയന് നിയമം നിർമ്മിക്കാൻ പറ്റുന്ന മേഖലയിലോ കയറി നിയമം നിർമ്മിച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പവറിന് പുറത്താണ് അല്ലെങ്കിൽ അൾട്രാ വയേഴ്സായിട്ടാണ് അവർ നിയമം നിർമ്മിച്ചിരിക്കുന്നത് എന്ന് പറയാൻ വേണ്ടി കഴിയും. അപ്പോൾ ഈ അൾട്രാ വയേഴ്സ് ഡിക്ലെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ കോടതി അവിടെ അപ്ലൈ ചെയ്യുന്ന പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്ന ഡോക്ട്രിനാണ് പിത്ത് ആൻഡ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. കോടതി ഇവിടെ എന്ത് ചെയ്യുന്നു? കോർട്ട് വിൽ എക്സാമിൻ ദ ഇനാക്ട്മെൻറ്റ് ടു ഡിറ്റർമൈൻ വെദർ ദ ലോ ഈസ് ഇൻ പിത്ത് ആൻഡ് സബ്സ്റ്റൻസ് വിത്തിൻ ദി കോമ്പീറ്റൻസ് ഓഫ് ദ ലെജിസ്ലേച്ചർ. അവിടെ ആ ഇനാക്ട്മെൻറ്റിനെ എക്സാമിൻ ചെയ്യുന്നു. അതിനുശേഷം അവിടെ തീരുമാനിക്കുന്നു പിന്നെ അവിടെ ലെജിസ്ലേച്ചറിന് കോമ്പീറ്റൻസി ഉണ്ടോ എന്നുള്ള കാര്യം പിത്ത് ആൻഡ് സബ്സ്റ്റൻസ് വഴി നോക്കുന്നു. അതിനുശേഷം ലെജിസ്ലേഷൻ ഈ പറഞ്ഞിട്ടുള്ള മറ്റൊരു ലെജിസ്ലേറ്റീവ് പവറിലേക്ക് ട്രാൻസ്ഗ്രസ് ചെയ്യുകയോ അല്ലെങ്കിൽ ട്രസ്പാസ് ചെയ്യുകയോ കടന്നു കയറിയിട്ടുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ നിയമത്തിനെ എന്താക്കാൻ വേണ്ടി പറ്റും? അൾട്രാ വയേഴ്സ് ആക്കി പ്രഖ്യാപിക്കാൻ വേണ്ടി കഴിയുന്നതാണ്. ഒരു കേസ് പറയുന്നുണ്ട് ITC ലിമിറ്റഡ് വേഴ്സസ് അഗ്രികൾച്ചറൽ
പ്രൊഡ്യൂസ് മാർക്കറ്റ് കമ്മിറ്റി. ഇനി അടുത്തത് വരുന്നത് എന്താണ്? ഡോക്ട്രിൻ ഓഫ് കളറബിൾ ലെജിസ്ലേഷൻ. ഡോക്ട്രിൻ ഓഫ് കളറബിൾ ലെജിസ്ലേഷനിൽ എന്താണ്? ഇപ്പോൾ ഒരു ലെജിസ്ലേച്ചറിന് ലിമിറ്റഡ് പവർ മാത്രമേ ഉള്ളൂ എന്ന് വെക്കുക. അപ്പോൾ അവരെന്തോ ചെയ്തു? ഒരു നിയമം പ്രൈമ ഫേസിയെ നോക്കിക്കഴിയുമ്പോൾ അവരുടെ പവറിനുള്ളിൽ ലെജിസ്ലേച്ചർ നോക്കിക്കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ ഒരു സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഒരു നിയമം നിർമ്മിച്ചു. അപ്പോൾ നമുക്ക് പ്രൈമ ഫേസിയെ ഒറ്റയടിക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്ക് വിചാരിച്ചു അവരുടെ പവറിനുള്ളിൽ നിന്നുകൊണ്ടാണ് അവർ ആ നിയമം നിർമ്മിച്ചതെന്ന് നമുക്ക് തോന്നും. പക്ഷേ നമുക്ക് അവരെന്താണ് ചെയ്തിരിക്കുന്നത്? അവർ യൂണിയൻ ഗവൺമെൻറ്റിന് ഉണ്ടാക്കാൻ പറ്റുന്ന നിയമമായിരിക്കാം ചിലപ്പോൾ ഇവരിവിടെ എനാക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് ഒറ്റയടിക്ക് പ്രൈമ ഫേസിയെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ പവറിനുള്ളിൽ നിന്നുകൊണ്ട് ചെയ്തു എന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇൻഡയറക്റ്റ്ലി അവരെന്ത് ചെയ്തിരിക്കുകയാണ്? മറ്റവരുടെ മേഖലയിലുള്ള ഒരു സബ്ജക്റ്റിന് മുകളിലാണ് നിയമം നിർമ്മിച്ചിരിക്കുന്നത്. അതിനെയാണ് കളറബിൾ ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. കളറബിൾ ലെജിസ്ലേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈസ് എ ലോ ഇൻഡയറക്റ്റ്ലി ഡീലിംഗ് വിത്ത് എ മാറ്റർ വിച്ച് ദ ലെജിസ്ലേച്ചർ ഈസ് നോട്ട് കോമ്പീറ്റൻറ്റ്. ലെജിസ്ലേച്ചർ കോമ്പീറ്റൻ്റ് അല്ലാതിരുന്നിട്ട് അവരെന്ത് ചെയ്യുന്നു? മറ്റൊരു ലെജിസ്ലേഷന് നിർമ്മിക്കാൻ പറ്റുന്ന മേഖലയിൽ കയറി നിയമം നിർമ്മിക്കുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാലും ആ ലോയെ എന്താക്കി കാണുന്നു? വോയിഡാണ്, അൾട്രാ വയേഴ്സ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഓഫ് ഇൻസ്പെക്ഷൻ ഇൻവെസ്റ്റിഗേഷൻ വേഴ്സസ് AB ശാന്തിയാണ് അവിടുത്തെ ഒരു കേസ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ഡോക്ട്രിൻ ഓഫ് റെപ്പുഗ്നൻസി ഓർ ഡോക്ട്രിൻ ഓഫ് ഒക്കുപ്പൈഡ് ഓർ കവേർഡ് ഫീൽഡ് ഓർ ഡോക്ട്രിൻ ഓഫ് സെവറബിലിറ്റി. ഇതിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാർലമെൻറ്റിനും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനും കൺകറൻറ്റ് ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന മാറ്റേഴ്സിന് മുകളിൽ ഒരു നിയമം നിർമ്മിക്കാനുള്ള പവറുണ്ട്. ആർട്ടിക്കിൾ 254 പ്രകാരം ഒരു സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ കൺകറൻറ്റ് ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന് മുകളിൽ നിയമം നിർമ്മിച്ചു. അതെന്ന് പറയുന്നത് ഓൾറെഡി പാർലമെൻറ്റ് നിർമ്മിച്ച ഒരു നിയമത്തിന് അതിൽ അടങ്ങിയിരിക്കുന്ന ഒരു പ്രൊവിഷന് റെപ്പുഗ്നൻ്റ് ആയിട്ടുള്ളൊരു പ്രൊവിഷനാണ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ കൊണ്ടുവന്നിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ നിയമത്തിനെ എന്തായിട്ട് കണക്കാക്കുന്നു? വോയിഡാണെന്ന് കണക്കാക്കുന്നു. അത് റെപ്പുഗ്നൻ്റ് ആണ്. സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ അങ്ങനെ കൺകറൻറ്റ് ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന യൂണിയൻ പാർലമെൻറ്റ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു നിയമം, ആ നിയമത്തിന് റെപ്പുഗ്നൻ്റ് ആയിട്ടൊരു നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതെന്താണ്? വോയിഡാണ്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന് കൺകറൻറ്റ് ലിസ്റ്റിലുള്ള ഒരു മാറ്ററിന് മുകളിൽ നിയമം നിർമ്മിക്കാൻ പറ്റുന്നത് എപ്പോൾ മാത്രമാണ്? യൂണിയൻ ലെജിസ്ലേച്ചർ ആ പറഞ്ഞിട്ടുള്ള കാര്യത്തിന് മുകളിൽ ഒരു നിയമം നിർമ്മിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലാണ്. ഞാനൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, എക്സാമ്പിൾ മാത്രം, ഒരു അഗ്രികൾച്ചർ ആയിട്ട് ബന്ധപ്പെട്ടിട്ടൊരു കാര്യം, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു കാര്യം, അതിൽ ഓൾറെഡി യൂണിയൻ ഗവൺമെൻറ് ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഓൾറെഡി യൂണിയൻ ഗവൺമെൻറ് ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. അതേ നിയമത്തിൽ കയറി ആരെന്ത് ചെയ്യുകയാണ്? സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഒരു നിയമം അങ്ങ് ഉണ്ടാക്കി. അങ്ങനെ പറ്റത്തില്ല. അങ്ങനെ നിയമം നിർമ്മിക്കാൻ വേണ്ടി കഴിയില്ല. യൂണിയൻ ലെജിസ്ലേഷൻ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന മാറ്റേഴ്സിൽ മാത്രമേ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ? നിയമം നിർമ്മിക്കാൻ വേണ്ടി കഴിയത്തുള്ളൂ. ഓൾറെഡി യൂണിയൻ ലെജിസ്ലേഷന് ഒരു ഇത് ഒക്കുപ്പൈ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന് ആ യൂണിയൻ ലെജിസ്ലേഷൻ എവിടെയാണോ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത് ആ മാറ്ററിൽ മാത്രം കയറിയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നിയമം നിർമ്മിക്കാൻ വേണ്ടി കഴിയും. അതുപോലെ ഒരു സ്റ്റേറ്റ് ലോയെ സെൻട്രൽ ലോയുമായിട്ട് കോൺഫ്ലിക്റ്റിൽ വരികയാണ് എന്നുണ്ടെങ്കിൽ അതെന്താണ്? വോയിഡ് ആയിരിക്കും, ഒൺലി ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് ദ റെപ്പുഗ്നൻസി എന്നും പറഞ്ഞ് ആ ഫുൾ ലോയെ നമ്മൾ എന്താക്കത്തില്ല? വോയിഡ് ആക്കത്തില്ല. ഏതൊക്കെ പ്രൊവിഷൻസ് ആണോ സെൻട്രൽ ലോയുമായിട്ട് കോൺഫ്ലിക്റ്റിൽ വരുന്നത് ആ ഒരു പോർഷൻ മാത്രം, ആ ഒരു ഭാഗം മാത്രമേ എന്താകുന്നുള്ളൂ? വോയിഡ് ആകുന്നുള്ളൂ. അപ്പോൾ ഈ കോൺഫ്ലിക്റ്റിംഗ് പ്രൊവിഷനിൽ നിന്നും സേവ് ചെയ്യാൻ വേണ്ടി കോടതി അവിടെ അപ്ലൈ ചെയ്യുന്നതാണ് ഡോക്ട്രിൻ ഓഫ് സെവറബിലിറ്റി. അപ്പോൾ അവിടെ സെൻട്രൽ ലോയുമായിട്ട് കോൺഫ്ലിക്റ്റിൽ വരുന്ന പ്രൊവിഷൻസ് മാത്രം അവിടെ സ്ട്രൈക്ക് ചെയ്ത് വെക്കുന്നു. ബാക്കി ഭാഗങ്ങൾ എന്താണ്? ഉപയോഗിക്കാൻ വേണ്ടി കഴിയും. കോൺഫ്ലിക്റ്റിംഗ് പാർട്ട് മാത്രമേ അവിടെ വോയിഡ് ആകുന്നുള്ളൂ. ആ എൻ്റയർ ലോ ഫുള്ളി എന്താവുന്നില്ല? മൊത്തത്തിൽ ആ ലോ മുഴുവനായിട്ട് വോയിഡ് ആകുന്നില്ല. ഏതൊക്കെ ഭാഗമാണോ കോൺഫ്ലിക്റ്റിംഗ് അത് മാത്രം വോയിഡായി മാറുന്നു.
ഓർഡിനൻസസ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ടെമ്പററി ലോ മേക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ളൊരു പ്രൊവിഷൻ എക്സിക്യൂട്ടീവിന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതെപ്പോഴാണ്? ലെജിസ്ലേച്ചർ സെഷനിലില്ലാത്ത സമയത്ത് അവിടെ ഒരു ലോ മേക്ക് ചെയ്യേണ്ട ആവശ്യകത, അവിടെ ഒരു അർജൻ്റ് ആയിട്ടുള്ളൊരു നെസസറി ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ ലോ മേക്ക് ചെയ്യുന്ന പവർ ആർക്ക് കൊടുക്കുന്നു? എക്സിക്യൂട്ടീവിന് കൊടുക്കുന്നു. ഈ ലെജിസ്ലേറ്റീവ് പവർ എക്സിക്യൂട്ടീവ് എനേബിൾ ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഓർഡിനൻസസ് എന്ന് പറയുന്നത്. ഇനി യൂണിയൻ്റെ കേസിലാണ് എന്നുണ്ടെങ്കിൽ ഈ പവർ എക്സർസൈസ് ചെയ്യുന്നത് പ്രസിഡൻറ്റും, സ്റ്റേറ്റിൻ്റെ കാര്യത്തിലാണ് എന്നുണ്ടെങ്കിൽ ഓർഡിനൻസ് മേക്ക് ചെയ്യുന്ന പവർ ആർക്കാണ്? ഗവർണർക്കുമാണുള്ളത്. ആർട്ടിക്കിൾ 123 പ്രസിഡൻറ്റിൻ്റെ ഓർഡിനൻസ് മേക്കിംഗ് പവറുമായിട്ട് ഡീല് ചെയ്യുന്നത്. 213 എന്ന് പറയുന്നത് ഗവർണറുടെ ഓർഡിനൻസ് മേക്കിംഗ് പവറിനെ പറ്റി പറയുന്നു. ഏതെങ്കിലും ഒരു സമയത്ത് പ്രസിഡൻറ്റിന് എപ്പോഴെങ്കിലും പ്രസിഡൻറ്റ് അവിടെ സാറ്റിസ്ഫൈ ചെയ്യുകയാണ്, അവിടെ ഒരു നെസസറി ആയിട്ടുള്ളൊരു സാഹചര്യം അവിടെ വന്നിരിക്കുകയാണ്, ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കാൻ വേണ്ടി വന്നു കഴിയുവാണെന്നുണ്ടെങ്കിൽ പ്രസിഡൻറ്റ് എന്തു ചെയ്യുന്നു? ഓർഡിനൻസ് പ്രൊമുൾഗേറ്റ് ചെയ്യുന്നു. പ്രൊമുൾഗേറ്റ് എന്ന് പറഞ്ഞാൽ പ്രഖ്യാപിക്കുക. അപ്പോൾ അവിടെ ഒരു നെസസറി ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ പ്രസിഡൻറ്റ് എന്ത് ചെയ്യുന്നു? ഓർഡിനൻസ് പ്രൊമുൾഗേറ്റ് ചെയ്യുന്നു. പ്രസിഡൻറ്റ് ഈ പവർ എക്സർസൈസ് ചെയ്യുന്നത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ അഡ്വൈസോട് കൂടി ആയിരിക്കും. ഇനി പ്രസിഡൻറ്റിന് ഒരു ഓർഡിനൻസ് പ്രൊമുൾഗേറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? 2 ഹൗസുകളും സെഷൻസിൽ ഇല്ലാത്ത സമയത്ത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഹൗസേ സെഷൻസിലുള്ളൂ എന്നുണ്ടെങ്കിലും പ്രസിഡൻറ്റിന് ഓർഡിനൻസ് പ്രൊമുൾഗേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. അത് എന്തുകൊണ്ടാണ്? പാർലമെൻറ്റിലെ ബോത്ത് ഹൗസുകളും ഉണ്ടെങ്കിലേ പാർലമെൻറ്റിനൊരു നിയമം ഇനാക്ട് ചെയ്യാൻ വേണ്ടി കഴിയത്തുള്ളൂ. ഇരുസഭകളും ഉണ്ടെങ്കിലേ ലോ ഇനാക്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇരുസഭകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? രാജ്യസഭയും ലോക്സഭയും. അപ്പോൾ ഈ ഇരുസഭകളും സെഷൻസിലുള്ള സമയത്താണ് എന്നുണ്ടെങ്കിൽ പ്രസിഡൻറ്റിന് ഓർഡിനൻസ് പ്രൊമുൾഗേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയത്തില്ല. ഇനി ഒരു സ്റ്റേറ്റിൻ്റെ ഗവർണർക്ക് എപ്പോഴാണ് ഓർഡിനൻസ് പ്രൊമുൾഗേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയുന്നത്? ലെജിസ്ലേച്ചർ സെഷൻസിലില്ലാത്ത സമയത്താണ്. ഇനി പ്രസിഡൻറ്റ് പ്രൊമുൾഗേറ്റ് ചെയ്യുന്ന ഓർഡിനൻസിന് പാർലമെൻറ്റ് പാസ്സാക്കുന്ന ഒരു ആക്ടിൻ്റെ അതേ ഇഫക്റ്റും അതേ ഫോഴ്സുമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഗവർണർ പ്രൊമുൾഗേറ്റ് ചെയ്യുന്ന ഓർഡിനൻസിന് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഒരു ആക്ട് ഇനാക്ട് ചെയ്യുമ്പോൾ, ഒരു ആക്ട് കൊണ്ടുവരുമ്പോൾ അതിനെന്ത് ഫോഴ്സും ഇഫക്റ്റാണോ അതേ ഫോഴ്സും ഇഫക്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. പ്രസിഡൻറ്റ് പ്രൊമുൾഗേറ്റ് ചെയ്യുന്ന ഓർഡിനൻസ് എന്ന് പറയുന്നത് ഇരുസഭകളും ചേർന്ന് കഴിയുമ്പോൾ അവിടെ വെക്കും. അതിനുശേഷം റീഅസംബ്ലി നടത്തി 6 വീക്ക് എക്സ്പിറേഷനുള്ളിൽ ഇതെന്ത് ചെയ്യും? സീസ് ടു ഓപ്പറേറ്റ് ആകും. എക്സ്പിറേഷൻ ഓഫ് 6 വീക്ക് ഫ്രം റീഅസംബ്ലി ഓഫ് പാർലമെൻറ്റ് ഇതെന്താകും? സീസ് ആകും. 6 വീക്കിന് മുന്നേ ഈ ഓർഡിനൻസ് ഡിസപ്രൂവ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതെന്താകുന്നു? ഇറ്റ് ഷാൽ സീസ് ടു ഓപ്പറേറ്റ് അപ്പോൺ ദ പാസിംഗ് ഓഫ് ദ സെക്കൻഡ് റെസൊല്യൂഷൻ്റെ പാസിംഗ് വരുമ്പോഴത്തേക്ക് ഇതെന്താകുന്നു? സീസ് ആകുന്നു. അതുപോലെ തന്നെയാണ് എവിടുത്തെ കാര്യം? സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴും പാർലമെൻറ്റിന് എന്തൊക്കെ കാര്യത്തിൽ നിയമം നിർമ്മിക്കാൻ വേണ്ടി കഴിയുമോ അതേ സബ്ജക്റ്റുകളിലൊക്കെ പ്രസിഡൻറ്റിന് നിയമം പ്രൊമുൾഗേറ്റ് ചെയ്യാൻ വേണ്ടി, ഓർഡിനൻസ് പ്രൊമുൾഗേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. ഗവർണറിൻ്റെ കാര്യത്തിൽ വരുമ്പോഴും അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന് എന്തൊക്കെ കാര്യത്തിൽ നിയമം ഇനാക്ട് ചെയ്യാൻ വേണ്ടി കഴിയുമോ അതേ കാര്യത്തിനൊക്കെ ഗവർണർക്ക് ഓർഡിനൻസ് പ്രൊമുൾഗേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. ചില സമയങ്ങളിൽ ഈ ഓർഡിനൻസ് മേക്കിംഗ് പവർ എന്തു ചെയ്യും? എക്സിക്യൂട്ടീവ് അബ്യൂസ് ചെയ്യാറുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സ്പിരിറ്റിനെ വയലേറ്റ് ചെയ്തുകൊണ്ട് ചില സമയങ്ങളിൽ എക്സിക്യൂട്ടീവ് എന്തു ചെയ്യും? ഓർഡിനൻസ് മേക്കിംഗ് പവർ എന്തു ചെയ്യും? അബ്യൂസ് ചെയ്യും. DC വാദ്വ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ എന്ന് പറഞ്ഞ കേസിൻ്റെ അകത്ത് ഓർഡിനൻസ് പ്രൊമുൾഗേറ്റ് ചെയ്യാനുള്ള ഓർഡിനൻസ് പ്രൊമുൾഗേറ്റ് ചെയ്യാൻ ഒരു സബ്ജക്റ്റിന് മുകളിൽ കണ്ടിന്യൂവസ്ലി 267 തവണ എന്തു ചെയ്തു? ഓർഡിനൻസ് പ്രൊമുൾഗേറ്റ് ചെയ്തു. ഇതെന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിൽ നടത്തുന്ന ഒരു ഫ്രോഡാണ് എന്ന് കോടതി കണ്ടെത്തി. അടുത്തത് വരുന്നത് ലെജിസ്ലേഷൻ ഇൻ വയലേഷൻ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഇന്ത്യയിലെ പാർലമെൻറ്റും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറും നിയമങ്ങൾ ഇനാക്ട് ചെയ്യുന്നതിന് വേണ്ടി കോമ്പീറ്റൻ്റ് ആണ്. പ്രസിഡൻറ്റിനും ഗവർണർക്കും ഓർഡിനൻസ് പ്രൊമുൾഗേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയുന്നതുമാണ്. ലോ മേക്കിംഗ് പവർ എന്ന് പറയുന്നത് അവർക്കൊരു റെസ്ട്രിക്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ റെസ്ട്രിക്ഷൻ കൊടുത്തിട്ടുള്ളതിന് അങ്ങനൊരു
ആണ് അവിടുത്തെ റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത്. ഫണ്ടമെൻ്റൽ റൈറ്റിന് പാർട്ട് 3 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊടുത്തിരിക്കുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് വയലേറ്റീവായിട്ട് ഒരു നിയമങ്ങളും ഇനാക്ട് ചെയ്യാൻ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനോ പാർലമെൻറ്റിനോ പ്രസിഡൻറ്റിനോ ഗവർണറിനോ പവറില്ല. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് എന്തിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്? ഫണ്ടമെൻ്റൽ റൈറ്റിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. റൈറ്റ് ടു ഇക്വാളിറ്റിയെ പറ്റി 14 തൊട്ട് 18 വരെ, റൈറ്റ് ടു ഫ്രീഡം 19 തൊട്ട് 22 വരെ, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ 23, 24 പറയുന്നു. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ് 29 മുതൽ 30 വരെ, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് 32 മുതൽ 35 വരെ. പാർലമെൻറ്റ് ഓർ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് വയലേറ്റീവായിട്ട് ഒരു നിയമം ഇനാക്ട് ചെയ്താൽ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ആ നിയമത്തെ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പ്രഖ്യാപിക്കാനുള്ള അധികാരമുണ്ട്. പവർ ഓഫ് ജുഡീഷ്യൽ റിവ്യൂ നോക്കാം. ആർട്ടിക്കിൾ 13 ക്ലോസ് 1 അകത്താണ് ജുഡീഷ്യൽ റിവ്യൂവിനെ പറ്റി പറയുന്നത്. എന്താണ്? എല്ലാ നിയമങ്ങളും ഇന്ത്യൻ ടെറിട്ടറിയുടെ ഉള്ളിൽ വരുന്ന എല്ലാ നിയമങ്ങളും അറ്റ് ദ കമൻസ്മെൻറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്ന സമയത്ത് ഇന്ത്യൻ ടെറിട്ടറിയിലുള്ള എല്ലാ നിയമങ്ങളും എന്താണ് ഫണ്ടമെൻ്റൽ റൈറ്റിന് ഇൻകൺസിസ്റ്റൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ ആ നിയമങ്ങളെ എന്താക്കി പ്രഖ്യാപിക്കുന്നു? വോയിഡാക്കി പ്രഖ്യാപിക്കുന്നു. ഓക്കെ, അപ്പോൾ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. തന്നെയും പിന്നെയും ഫണ്ടമെൻ്റൽ റൈറ്റിന് വയലേറ്റീവായിട്ടൊരു നിയമം കൊണ്ടുവരാൻ വേണ്ടി പാടില്ല. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരുന്ന സമയത്ത് നിലനിൽക്കുന്ന ഒരു ലോയ്ക്കകത്ത്, ഇന്ത്യൻ ടെറിട്ടറിയിൽ നിലനിൽക്കുന്ന ലോയ്ക്കകത്ത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഫോളോ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് ഇൻകൺസിസ്റ്റൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? വോയിഡായിരിക്കും. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 12 ക്ലോസ് 2 പറയുന്നത് എന്താണ്? ഒരു സ്റ്റേറ്റിന് ഫണ്ടമെൻ്റൽ റൈറ്റിനെ ചുരുക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ എടുത്തു മാറ്റുന്ന രീതിയിലോ ഒരു നിയമം നിർമ്മിക്കാൻ വേണ്ടി കഴിയത്തില്ല. ഫണ്ടമെൻ്റൽ റൈറ്റിന് കോൺട്രവെൻഷനായിട്ട് ഒരു നിയമം നിർമ്മിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? വോയിഡ് ആയിരിക്കും. ആർട്ടിക്കിൾ 13 പറയുന്നത് എന്താണ്? ഇൻഫാക്ട് പ്രൊവൈഡ്സ് ഫോർ ദ ജുഡീഷ്യൽ റിവ്യൂ ഓഫ് ഓൾ ദ ലെജിസ്ലേഷൻസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ എല്ലാ ലെജിസ്ലേഷൻ്റെയും ജുഡീഷ്യൽ റിവ്യൂവിനെ പറ്റിയാണ് ആർട്ടിക്കിൾ 13 അകത്ത് പറയുന്നത്. ചിലപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നതിന് മുന്നേ ആയിരിക്കും, കോൺസ്റ്റിറ്റ്യൂഷൻ വന്നതിന് ശേഷവുമായിരിക്കാം. ജുഡീഷ്യൽ റിവ്യൂവിനുള്ള പവർ ആരിലൊക്കെയാണ് നിക്ഷിപ്തമായിട്ടുള്ളത്? ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കുമാണ് ജുഡീഷ്യൽ റിവ്യൂ ചെയ്യാനുള്ള അധികാരം. കോടതിക്കും ഹൈക്കോടതിക്കും ജുഡീഷ്യൽ റിവ്യൂ നടത്താനുള്ള പവറുണ്ട്. അതുപോലെ തന്നെ ഒരു നിയമത്തിനെ അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണോ ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് ഇൻകൺസിസ്റ്റൻ്റ് ആണോ എന്നുള്ള കാര്യം പ്രൊനൗൺസ് ചെയ്യാനും ഡിക്ലെയർ ചെയ്യാനുമുള്ള അധികാരവും ഉണ്ടെന്നുള്ളതാണ്. ആർട്ടിക്കിൾ 13 അകത്ത് ഓക്കെ, അടുത്തത് വരുന്നത് ഡോക്ട്രിൻ ഓഫ് എക്ലിപ്സ് ആണ്. ഡോക്ട്രിൻ ഓഫ് എക്ലിപ്സിൽ പറയുന്നത് എന്താണ്? ആർട്ടിക്കിൾ 13 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു പ്രീ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോയോ പോസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോയോ എന്ന് പറയുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ പിന്നെ അതിന് മുന്നെയോ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നതിന് ശേഷമോ ഉള്ള ഒരു നിയമം ഫണ്ടമെൻ്റൽ റൈറ്റിന് വയലേറ്റീവ് ആണ് എന്ന് സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ കണ്ടെത്തിക്കഴിഞ്ഞാൽ ആ നിയമത്തിനെ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പ്രഖ്യാപിക്കാനുള്ള അധികാരം ഉണ്ട്. കോടതി അങ്ങനെ ഒരു ഡിക്ലറേഷൻ നടത്തി കഴിഞ്ഞാൽ ആ ലോ എന്താകുന്നു? വോയിഡ് അബ് ഇനിഷ്യോ ആയിട്ട് മാറുന്നു. പറഞ്ഞാൽ വോയിഡ് ഫ്രം ദ വെരി ബിഗിനിങ്, തുടക്കം മുതലേ എന്താണ്? അത് വോയിഡ് ആകുന്നു. അതുപോലെ തന്നെ ആ നിയമം അൺഎൻഫോഴ്സബിളും ആയിട്ട് മാറും. പക്ഷേ എന്താണ്? ആ പറഞ്ഞ നിയമം ഒരു മോർബിഡ് അല്ലെങ്കിൽ ഒരു ഡോർമെൻ്റ് കണ്ടീഷനിൽ മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. അതിങ്ങനെ ഒരു ചത്ത അവസ്ഥയിൽ അല്ലെങ്കിൽ ഒരു മരിച്ച അവസ്ഥയിൽ ഇങ്ങനെ നിഷ്ക്രിയമായിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കും, പൂർണ്ണമായിട്ടും മരിച്ചിട്ടില്ലെങ്കിൽ. പക്ഷേ ഈ ഫണ്ടമെൻ്റൽ റൈറ്റ് ഇതിനെ ചുറ്റോട് ചുറ്റും, ഈ മോർബിഡ് കണ്ടീഷനിലിരിക്കുന്ന നിയമത്തിൻ്റെ ചുറ്റോട് ചുറ്റും എന്ത് ചെയ്യും? ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എക്ലിപ്സ് പോലെ ഇങ്ങനെ ഗ്രഹണം നടത്തിക്കൊണ്ടേയിരിക്കും. നിയമത്തിനെ പൂർണ്ണമായിട്ടും സ്റ്റാറ്റ്യൂട്ട് ബുക്കിൽ നിന്നും എടുത്തു മാറ്റാൻ വേണ്ടി കഴിയുന്നതല്ല. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്താണ് കിട്ടാത്ത ചില ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ കാണുമല്ലോ. ഇപ്പോൾ ഫോറിനേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് അർഹതയില്ലാത്തവർക്ക് എഗനിസ്റ്റായിട്ട് നമുക്ക് ആ നിയമം ഉപയോഗിക്കാൻ വേണ്ടി കഴിയുന്നതാണ്.
പറഞ്ഞിട്ടുള്ള അൺകോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് ഡിക്ലെയർ ചെയ്തിട്ടുള്ള ലോയെ റിവ്യൂ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. ഒരു അമെൻമെൻറ്റ് വഴിയോ അല്ലെങ്കിൽ ഒരു ആക്ട് വഴിയോ എന്ത് ചെയ്യാൻ പറ്റും? റിവ്യൂ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. എന്നിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഈ എക്ലിപ്സിനെ എടുത്ത് മാറ്റാൻ വേണ്ടി അല്ലെങ്കിൽ ഈ ഷാഡോയെ എടുത്ത് മാറ്റാൻ വേണ്ടി കഴിയുന്നതാണ്. അങ്ങനെ ഒരു അമെൻമെൻറ്റ് ഇഫക്റ്റ് ആയി കഴിഞ്ഞാൽ ആ നിയമം അതെന്താകുന്നു? എൻഫോഴ്സബിൾ ആകുന്നു. ഈ അമെൻമെൻറ്റ് നടത്തിയ അന്ന് തൊട്ട് എൻഫോഴ്സബിൾ ആകുന്നു, പ്രാബല്യത്തിൽ വരുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റിന് അബ്രിഡ്ജ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ് ഇല്ലാത്ത ഒരു നിയമമാണ് എന്നുണ്ടെങ്കിൽ അതൊരു മോർബിഡ് കണ്ടീഷനിൽ നിൽക്കുന്നു. അതിന് ചുറ്റും എന്തുണ്ടായിരിക്കും? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എക്ലിപ്സ് ചെയ്തുകൊണ്ടിരിക്കും. ആ നിയമം പൂർണ്ണമായിട്ട് എടുത്തു മാറ്റുന്നില്ല, പക്ഷേ അതൊരു മോർബിഡ് കണ്ടീഷനിലിരിക്കുന്നു. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇല്ലാത്ത ആരെങ്കിലും വരികയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് എഗനിസ്റ്റായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ വേണ്ടി കഴിയുന്നതുമാണ്. ഇനി എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് പറയുന്നത്. റിട്ടിൻ്റെ വീഡിയോ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ പ്ലേലിസ്റ്റിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറയാം, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിട്ട് ഉണ്ട്. ഏതൊക്കെയാണ്? ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, സെർഷ്യോറാറിയ, പ്രൊഹിബിഷൻ, കോവാറൻറ്റോ. സുപ്രീം ലെജിസ്ലേഷൻ ആൻഡ് സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ. അക്കോർഡിംഗ് ടു സാൽമണ്ട് ലെജിസ്ലേഷൻ എന്തൊക്കെയാകാം? സുപ്രീമും ആകാം, സബോർഡിനേറ്റും ആകാം. സുപ്രീം ലെജിസ്ലേഷൻ എന്ന് പറയുന്നത് എന്താണ്? വിച്ച് പ്രൊസീഡ്സ് ഫ്രം സോവറിൻ പവർ ഇൻ ദ സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിലെ സോവറിൻ പവറിൽ നിന്നും വരുന്നതാണ് സുപ്രീം ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. സുപ്രീം ലെജിസ്ലേഷനെ റിപ്പീൽ ചെയ്യാനോ അമെൻഡ് ചെയ്യാനോ അതിനെ മോഡിഫൈ ചെയ്യാനോ ആനുവൽ ചെയ്യാനോ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പോലും പറ്റത്തില്ല. സുപ്രീം ലെജിസ്ലേഷനെ ഒരു ലെജിസ്ലേറ്റീവ് അതോറിറ്റിക്കും അമെൻഡ് ചെയ്യാനോ മോഡിഫൈ ചെയ്യാനോ ആനുവൽ ചെയ്യാനോ കൺട്രോൾ ചെയ്യാനോ റിപ്പീൽ ചെയ്യാനോ ഉള്ള ഒരു അധികാരവുമില്ല. പാർലമെൻറ്റ് നിർമ്മിക്കുന്ന നിയമം എന്താണ്? സുപ്രീം ലെജിസ്ലേഷനാണ്. ഇനി സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റിൻ്റെ ലെജിസ്ലേച്ചർ അല്ലാതെ മറ്റേതെങ്കിലും ഒരു അതോറിറ്റി നിർമ്മിക്കുന്ന നിയമമാണ് സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത് ഡിപ്പെൻഡൻ്റ് ആണ് ഫോർ ഇറ്റ്സ് കണ്ടിന്യൂഡ് എക്സിസ്റ്റൻസ്. കണ്ടിന്യൂഡ് എക്സിസ്റ്റൻസിൽ എന്താണ്? ഡിപ്പെൻഡൻ്റ് ആണ്. അതുപോലെ തന്നെ വാലിഡിറ്റി ഓൺ സം സുപ്പീരിയർ അതോറിറ്റി. സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത് മെയ്ഡ് ചെയ്തിരിക്കുന്നത് അണ്ടർ ദ പവർ ഡെലിഗേറ്റഡ് ബൈ ദ സുപ്രീം അതോറിറ്റി. സുപ്രീം അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്ത് ഒരാൾക്ക് അല്ലെങ്കിൽ മറ്റൊരു അതോറിറ്റിക്ക് എന്ത് കൊടുത്തിരിക്കുകയാണ്? നിയമം നിർമ്മിക്കാനുള്ള പവർ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അവർ നിയമം നിർമ്മിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഒരു ലോ ഇനാക്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? അവരുടെ അതോറിറ്റി അവരുടെ ആ ഒരു പവർ അവർ മറ്റൊരു അതോറിറ്റിക്ക് കൺഫർ ചെയ്ത് കൊടുക്കുകയാണ്. അവരെന്ത് ചെയ്യുന്നു? അവിടെ കുറച്ച് റൂൾസും കുറച്ച് ഓർഡേഴ്സും നോട്ടിഫിക്കേഷനൊക്കെ ഇഷ്യൂ ചെയ്യുന്നു. അതിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ഇങ്ങനെ ഒരു പവർ കൊടുക്കുന്നതിനെ പേരൻ്റ് ആക്ട് അല്ലെങ്കിൽ എനേബിളിംഗ് ആക്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഓർത്തോണം, സ്റ്റേറ്റ് ലെജിസ്ലേച്ചറോ പാർലമെൻറ്റോ ഓക്കെ, ഇവർക്ക് രണ്ടുപേർക്ക് ഇവരിങ്ങനെ മെയിനായിട്ട് ഈ ഡെലിഗേഷൻ നടത്താനുള്ളതിൻ്റെ റീസൺ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറോ പാർലമെൻറ്റോ ഓവർ ബേർഡൻ ആകുകയാണ്. അവർക്ക് അതിനുള്ള എഫിഷ്യൻസി ഇല്ല. എഫിഷ്യൻസി മീൻസ് ചിലപ്പം ടെക്നിക്കാലിറ്റി കൊണ്ടായിരിക്കാം, അങ്ങനെ പല പല കാരണങ്ങളായിരിക്കാം. അപ്പോൾ അങ്ങനെ വന്ന് കഴിയുമ്പോൾ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറോ പാർലമെൻറ്റോ അവരുടെ നിയമം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള അതിൻ്റെ അകത്ത് ചിലപ്പോൾ കുറച്ച് റൂൾസ് ഇൻക്ലൂഡ് ചെയ്യാനും ഓർഡേഴ്സ് കൊണ്ടുവരാനും നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്യാനും ഒക്കെ ഉള്ള പവർ ആർക്ക് കൊടുക്കുന്നു? സബോർഡിനേറ്റിന് കൊടുക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ എക്സിക്യൂട്ടീവിന് കൊടുക്കുന്നു. അതിനെ എന്താണ് വിളിക്കുന്നത്? പേരൻ്റ് ആക്ട് അല്ലെങ്കിൽ എനേബിളിംഗ് ആക്ട് എന്നാണ് വിളിക്കുന്നത്. സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ്റെ പ്രൊവിഷൻ എന്ന് പറയുന്നത് പേരൻ്റ് ആക്ടിന് വയലേഷൻ ആയിട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ആ സബോർഡിനേറ്റ് ലെജിസ്ലേഷനെ അൾട്രാ വയേഴ്സ് ആണെന്ന് പ്രഖ്യാപിക്കുന്നു അല്ലെങ്കിൽ വോയിഡ് ആണെന്ന് പ്രഖ്യാപിക്കുന്നു. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കുമാണ് അങ്ങനെ ഒരു സബോർഡിനേറ്റ് ലെജിസ്ലേഷന് എന്താ പറയുന്നത്? അവർ കോൺസ്റ്റിറ്റ്യൂഷന് വയലേറ്റീവാണ്, അൾട്രാ വയേഴ്സ് ആണ്, അത് വോയിഡ് ആണെന്നൊക്കെയുള്ള ഡിക്ലെയർ ചെയ്യാനുള്ള അർഹത ആർക്കാണ്? സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കുമാണ്. ഒരു എക്സിക്യൂട്ടീവ് അതോറിറ്റി ഒരു റൂളോ ബൈലോയോ റെഗുലേഷനോ നോട്ടിഫിക്കേഷനോ ഒക്കെ എന്താണ് ഒരു സ്പെസിഫിക് ഡെലിഗേഷൻ്റെ പവർ ഇല്ലാതെ നിർമ്മിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പേരൻ്റ് ആക്റ്റിൽ കൊണ്ടുവരികയാണ് എന്നുണ്ടെങ്കിൽ റൂളിനെയും ബൈലോയെയും
ബൈലോയെയൊക്കെ എന്താക്കി പ്രഖ്യാപിക്കുന്നു, വോയിഡായിട്ട് പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ഓർത്തോണം, ഒരു എക്സിക്യൂട്ടീവ് അതോറിറ്റി ഒരു ബൈലോയ്, റെഗുലേഷനും നോട്ടിഫിക്കേഷനൊക്കെ പേരൻ്റ് ആക്ടിൻ്റെ ഡെലിഗേഷൻ പവർ ഇല്ലാതെ നിർമ്മിച്ചു കഴിഞ്ഞാൽ അതെന്താകുന്നു, വോയിഡ് ആകുന്നു. സബോർഡിനേറ്റ് ലെജിസ്ലേഷനെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓട്ടോണമസ് ലെജിസ്ലേഷൻ, കൊളോണിയൽ ലോയ്, എക്സിക്യൂട്ടീവ് ലെജിസ്ലേഷന്, ജുഡീഷ്യൽ ലെജിസ്ലേഷന്, മുനിസിപ്പൽ ലെജിസ്ലേഷന്. ഒരു ഓട്ടോണമസ് ബോഡി നിർമ്മിക്കുന്ന നിയമമാണ് ഓട്ടോണമസ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓട്ടോണമസ് ലോ എന്ന് പറയുന്നത്. കേരള യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഒരു ഓട്ടോണമസ് ബോഡിയാണ്. അപ്പോൾ കേരള യൂണിവേഴ്സിറ്റി ആക്ട് എന്ന് പറയുന്നത് എന്താണ്, അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അതാണ് ഒരു എക്സാമ്പിൾ. ഇനി കൊളോണിയൽ ലോ എന്ന് പറയുന്നത് എന്താ, ചില സ്റ്റേറ്റുകളെന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കത്തില്ല, അവർ മറ്റുള്ള സ്റ്റേറ്റുകളുടെ കൺട്രോളിലായിരിക്കും വരുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ ഈ സ്റ്റേറ്റിന് എന്ത് കാണത്തില്ല, ഒരു പവറും നിയമം നിർമ്മിക്കാൻ വേണ്ടി കാണത്തില്ല. അപ്പോൾ കൊളോണിയൽ സ്റ്റേറ്റ് ഈ പറഞ്ഞിട്ടുള്ള കൺട്രോളിങ് കൊളോണിയൽ സ്റ്റേറ്റ് നിർമ്മിക്കുന്ന നിയമം, ഓക്കെ, ബൈ എക്സർസൈസിങ് ദ പവർ കൺഫേർഡ് ടു ഇറ്റ് ബൈ കൺട്രോളിങ് സ്റ്റേറ്റ് കൊടുത്തിരിക്കുന്ന പവറിനുള്ളിൽ നിന്നും കൊളോണിയൽ സ്റ്റേറ്റ് ഒരു നിയമം നിർമ്മിക്കുന്നതിനെ നമുക്ക് എന്ത് പറയാം, കൊളോണിയൽ സ്റ്റേറ്റ് ലോ എന്ന് പറയാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണ് എന്നുണ്ടെങ്കിൽ, എ എന്ന് പറഞ്ഞ രാജ്യത്തെ കൺട്രോൾ ചെയ്യുന്നത് ബി എന്ന് പറഞ്ഞൊരു രാജ്യമാണ്. അപ്പോൾ എന്താണ്, എ ആണെങ്കിൽ ഈ ബി എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ അണ്ടറിൽ നിന്നും കൊണ്ട് ഒരു നിയമം നിർമ്മിക്കുന്നു, അതിനെയാണ് കൊളോണിയൽ ലോ എന്ന് വിളിക്കുന്നത്. എക്സിക്യൂട്ടീവ് ലെജിസ്ലേഷൻ അല്ലെങ്കിൽ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത് എന്താണ്, ലെജിസ്ലേച്ചർ ഈ റൂൾസ് മേക്ക് ചെയ്യാനുള്ള പവർ ഗവൺമെൻറ്റിൻ്റെ എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിന് കൊടുക്കുന്നതാണ് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഈ പവർ ഡെലിഗേറ്റ് ചെയ്യുന്ന ആക്ടിനെ പേരൻ്റ് ആക്ട് എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ ഈ എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിന് ഈ റൂൾസ് മേക്ക് ചെയ്യാനുള്ള പവർ കൺഫർ ചെയ്ത് കൊടുക്കുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു, ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുകയാണ്, ലെജിസ്ലേച്ചർ റൂൾസ് മേക്ക് ചെയ്യാനുള്ള പവർ എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് ഓഫ് ഗവൺമെൻറ്റിന് കൊടുക്കുന്നതിനെയാണ് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ എന്ന് വിളിക്കുന്നത്. അടുത്തത് ജുഡീഷ്യൽ ലെജിസ്ലേച്ചർ എന്ത് ചെയ്യുന്നു, കോടതിയുടെ പ്രാക്ടീസിന് വേണ്ടിയും പ്രൊസീജിയറിന് വേണ്ടിയൊക്കെ ഉള്ള റൂൾസ് മേക്ക് ചെയ്യാനുള്ള പവർ ലെജിസ്ലേച്ചർ ആർക്ക് കൊടുക്കുന്നു, കോർട്ടിന് കൊടുക്കുന്നു. അങ്ങനെ ജുഡീഷ്യറി മേക്ക് ചെയ്യുന്ന റൂൾസിനെ അല്ലെങ്കിൽ ആ ഒരു പ്രൊസീജിയറിനെയൊക്കെ നമ്മൾ ജുഡീഷ്യൽ ലെജിസ്ലേഷൻ എന്നാണ് വിളിക്കുന്നത്. സുപ്രീം കോർട്ട് റൂൾസ് ഓഫ് പ്രാക്ടീസ്, കേരള ഹൈക്കോർട്ട് റൂൾസ് ഓഫ് പ്രാക്ടീസ് ഒക്കെ ജുഡീഷ്യൽ ലെജിസ്ലേഷൻ്റെ എക്സാമ്പിളുകളാണ്. ഓക്കെ, കോടതിയുടെ പ്രവർത്തനത്തിന് വേണ്ടിയും അവരുടെ പ്രൊസീജിയറും വേണ്ടിയൊക്കെ അവർക്ക് നിയമം നിർമ്മിക്കാൻ വേണ്ടിയുള്ള ആ ഒരു റൂൾസ് മേക്ക് ചെയ്യാനുള്ള പവർ ലെജിസ്ലേച്ചർ കോടതികൾക്ക് കൊടുത്തിരിക്കുന്നു. അതിനെ എന്താണ് വിളിക്കുന്നത്, ജുഡീഷ്യൽ ലെജിസ്ലേഷൻ. അടുത്തത് മുനിസിപ്പൽ ലെജിസ്ലേഷൻ. ലെജിസ്ലേച്ചർ ലോക്കൽ ബോഡീസ് ആയിട്ടുള്ള മുനിസിപ്പാലിറ്റി, പഞ്ചായത്തുകൾക്കൊക്കെ ബൈലോസ് ഒക്കെ മേക്ക് ചെയ്യാനുള്ള പവർ കൺഫർ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് മുനിസിപ്പൽ ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ലോക്കൽ ബോഡീസ് ബൈലോസ് മേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ എന്ത് വിളിക്കുന്നു, മുനിസിപ്പൽ ലെജിസ്ലേഷൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ സോഴ്സസ് ഓഫ് ലോയിലെ ഫസ്റ്റ് സോഴ്സാണ് ലെജിസ്ലേഷൻ. നമ്മൾ ലെജിസ്ലേഷൻ ഫുള്ള് കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി ലെജിസ്ലേഷൻ്റെ അകത്ത് വരുന്ന കുറച്ച് കാര്യങ്ങളോടുണ്ട്. റൂൾസ് ഓഫ് ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട് അല്ലെങ്കിൽ കാനൂൺസ് ഓഫ് കൺസ്ട്രക്ഷൻ, അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്